കഴിഞ്ഞ 2 മാസമായിട്ട് ആശുപത്രിയിൽ നിന്ന് ആശുപത്രിയിലോട്ടുള്ളൊരു ഓട്ടമായിരുന്നു ലൈഫ്. കുടുംബത്തിലെ പലർക്കും അസുഖങ്ങളും പിന്നെ എനിക്കും ചില അസുഖങ്ങളൊക്കെ വന്നിട്ട് ആശുപത്രി വാസവും ഒക്കെ ആയിട്ട് കുറച്ച് തിരക്കായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ ഏഷ്യാനെറ്റിൽ സ്റ്റാർ സിംഗർ വീണ്ടും തുടങ്ങി. അപ്പോൾ അതിൽ നമുക്ക് അതെന്തായാലും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാത്തൊരു സാധനമാണ്. അതിൽ നമ്മൾ വീഡിയോ കൊടുത്തേ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നിന്ന് അതിൻ്റെ വീഡിയോയും കൊടുത്തിട്ട് ആ ഒരു തിരക്കിൽ നമുക്ക് ഫിൽമി ടോക്സിൽ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അതിന് ആദ്യമേ ഒരു ക്ഷമ ചോദിക്കുകയാണ്. എന്റെ പൊന്നുനായിട്ട് അറിയിക്കണം. പലരും മെസ്സേജിലും കമന്റിലും ഒക്കെ ഇങ്ങനെ ചോദിച്ചിരുന്നു വീഡിയോ വരാത്തതിനെ കുറിച്ചിട്ട്. അപ്പം ഇതൊക്കെ കൊണ്ടാണ് വീഡിയോ തുടരെ ചെയ്യാൻ കഴിയാത്തത്. ഇനി നമുക്ക് തുടരെ വീഡിയോ ചെയ്യാൻ കഴിയും. ഇനി അങ്ങോട്ട് വീഡിയോ സ്ഥിരമായിട്ട് വരില്ലേ? വരും. അപ്പൊ എല്ലാ മാസവും ചെയ്ത് വന്നിരുന്ന മെയ് മാസത്തെ മൂവി അനാലിസിസ് ആണ് ഇന്നത്തെ വീഡിയോ. ഇത്തിരി ലേറ്റായി പോയി, എന്നാലും നമ്മളതൊരു സീരീസ് ആയിട്ട് ചെയ്ത് വന്നത് കൊണ്ട് മിസ്സാക്കണ്ട. പിന്നെ ഒരുപാട് പേര് എനിക്ക് റിക്വസ്റ്റ് ചെയ്തിരുന്നു ഈ മെയ് മന്ത്സിലെ മൂവി അനാലിസിസ് എന്താണ് ചെയ്യാത്തതെന്നൊക്കെ പറഞ്ഞിട്ട്. പഴയ വീഡിയോസിന്റെ കമന്റ്സിലൊക്കെ ഒരുപാട് കമന്റ്സ് വന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ചെയ്തേക്കാന്ന് വിചാരിച്ചു. ഈ വർഷം മലയാള സിനിമയുടെ നല്ല കാലമായിരുന്നു എന്ന് തന്നെ പറയാം. ആദ്യ മാസം മുതൽ മിനിമം ഒരു 2 പടമെങ്കിലും ബ്ലോക്ക് ബസ്റ്റർ ആയിട്ടുണ്ട്. അത് ആവർത്തിച്ചതാണ് മെയ് മാസത്തിലും നമ്മൾ കണ്ടത്. മെയ് മാസവും ഉണ്ടായി മലയാളത്തിൽ ബ്ലോക്ക് ബസ്റ്ററുകൾ. എന്നാൽ അതിനൊപ്പം കുറച്ച് ആറ്റം ബോംബുകളും പിറവി കൊണ്ടു മെയ് മാസത്തിൽ. അങ്ങനെ മെയ് മാസം റിലീസായി കഴിഞ്ഞ് മികച്ച അഭിപ്രായങ്ങൾ കൊണ്ട് ബ്ലോക്ക് ബസ്റ്ററുകൾ ആയതും വൻ തോൽവി ലെവലിലായിപ്പോയ കുറച്ച് ബോംബുകളെ പറ്റിയുമൊക്കെയുള്ള അനാലിസിസ് വീഡിയോയാണ് ഇന്നത്തേത്. അപ്പോൾ കൂടുതൽ സമയങ്ങളെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വെൽക്കം ടു ഫിൽമി ടോക്സ്. മലയാളി ഫ്രം ഇന്ത്യ. നീ പൂരം കണ്ടിട്ടില്ലെങ്കിൽ നീ മലയാളിയെ കണ്ടിട്ടില്ല. മലയാളി പുലിയാടാ. നിവിൻ പോളി, ഇന്റർവ്യൂ സ്റ്റാർ ധ്യാൻ ശ്രീനിവാസൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി ഡിജോ ജോസ് ആന്റണിയുടെ സംവിധാനത്തിൽ വന്ന സിനിമയാണ് മലയാളി ഫ്രം ഇന്ത്യ. അനശ്വര രാജനായിരുന്നു ചിത്രത്തിൽ നായികയായി വന്നത്. ഒരു കാര്യമില്ല. ഷാരിസ് മുഹമ്മദ് ആയിരുന്നു സിനിമയുടെ സ്ക്രിപ്റ്റ്. പുള്ളി തന്നെയാണ് നേരത്തെ ഡിജോയുടെ ജനഗണമനയും ക്യൂനും ഒക്കെ എഴുതിയത്. മെയ് മാസം 1-ാം തീയതി ഐശ്വര്യമായിട്ട് ചിത്രം റിലീസായി. ലിസ്റ്റിൻ സ്റ്റീഫന്റെ മാജിക് ഫ്രെയിംസ് ആയിരുന്നു ചിത്രത്തിന്റെ നിർമ്മാണം. റിലീസിന് മുന്നേ തന്നെ ഒരുപാട് വിവാദങ്ങളിൽപ്പെട്ട ഒരു സിനിമയായിരുന്നു മലയാളി ഫ്രം ഇന്ത്യ. തിരക്കഥാകൃത്ത് നിഷാദ് കോയയുടെ ജയസൂര്യയെ വെച്ച് ചെയ്യാൻ പ്ലാൻ ചെയ്തിരുന്ന പടത്തിന്റെ കഥ അതേപോലെ അടിച്ചുമാറ്റി ചെയ്തു എന്നായിരുന്നു ആരോപണം. സിനിമയുടെ റിലീസിന്റെ തലേ ദിവസം നിഷാദ് കോയ തന്നെ അതൊരു പോസ്റ്റ് രൂപത്തിൽ ഫേസ്ബുക്കിൽ ഇട്ടിരുന്നു. അതിനെ തുടർന്ന് ഒത്തിരി പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു സിനിമയുടെ സംവിധായകൻ ഡിജോയ്ക്കും എഴുത്തുകാരൻ ഷാരിസിനും നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫനും. ഡിജോയുടെ ഫേസ്ബുക്ക് പേജൊക്കെ തെറിവിളികളും ട്രോളുകളും കൊണ്ട് നിറഞ്ഞു. അവസാനം സിനിമയുടെ ടീം ബി ഉണ്ണികൃഷ്ണനോടൊപ്പം പ്രസ് മീറ്റ് വിളിച്ചതും തങ്ങൾ കോപ്പി അടിച്ചിട്ടില്ല, അങ്ങനെ ചെയ്യേണ്ട ആവശ്യവുമില്ല എന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നതും നമ്മൾ കണ്ടതാണ്. ഇങ്ങനെ ഒരു മോഷ്ടിച്ച കഥ ചെയ്യേണ്ട ഒരു ആവശ്യമോ എനിക്കെന്താണുള്ളത്? അതിനിടയ്ക്ക് നിഷാദ് കോയ ഈ സംവിധായകൻ ഡിജോ ജോസ് ആന്റണിക്ക് വാട്സാപ്പിൽ സ്ക്രിപ്റ്റിന്റെ ഒരു ഡ്രാഫ്റ്റ് അയച്ചു കൊടുത്തിരുന്നെന്നും എന്നാൽ ഡിജോ അത് ഡൗൺലോഡ് ആക്കിയിട്ടില്ല എന്നും അതുകൊണ്ട് തന്നെ ഇത് അടിച്ചു മാറ്റിയിട്ടില്ല എന്നും ഒക്കെയുള്ള കോമഡി നമ്മുടെ ബി ഉണ്ണികൃഷ്ണന്റെ വായിൽ നിന്നും വീണതും നമ്മൾ കണ്ടു. നിഷാദ് കോയ അയച്ചു കൊടുത്ത PDF ഡിജോ ഡൗൺലോഡ് ചെയ്തിട്ടില്ല. എന്തൊക്കെയായാലും വിവാദങ്ങൾക്ക് പക്ഷെ തിയേറ്ററിൽ സ്ഥാനമില്ല. പടം നല്ലതാണെങ്കിൽ ഓടും, ഇല്ലേ പൊട്ടും. മലയാളി ഫ്രം ഇന്ത്യയുടെ കാര്യത്തിൽ സംഭവിച്ചത് രണ്ടാമത് പറഞ്ഞതാണ്. അത്യാവശ്യം എന്റർടൈനിങ് ആയ ഒരു ഫസ്റ്റ് ഹാഫും എബോവ് ആവറേജ് ഉള്ള ഒരു സെക്കൻഡ് ഹാഫും പടത്തിൽ ഉണ്ടായിരുന്നെങ്കിലും പടത്തിലെ ഏറ്റവും വലിയ നെഗറ്റീവായി പ്രേക്ഷകർക്ക് തോന്നിയത് ഷാരിസിന്റെ സ്ക്രിപ്റ്റ് തന്നെയാണ്. അമിതമായി അസ്ഥാനത്തുള്ള ദേശസ്നേഹ ഡയലോഗുകളും ഓവർ രാഷ്ട്രീയ എതിർപ്പ് ഡയലോഗുകളും ഒക്കെ തിരിച്ചടിയായി. എനിക്ക് ഒറ്റ കാര്യത്തിൽ നിന്നോട് അസൂയോട് നിന്റെ രാജ്യത്തോട് ഇന്ത്യയോട് എന്ന് പറയിപ്പിച്ച സിനിമയുടെ റൈറ്റർ ആൻസർ. നിവിന്റെയും ധ്യാന്റെയും പാകിസ്ഥാൻകാരനായി അഭിനയിച്ച പുള്ളിയുടെയും പെർഫോമൻസുകളൊക്കെ നന്നായിരുന്നെങ്കിലും പ്രേക്ഷകരെ എന്റർടൈൻ ചെയ്യിക്കുന്ന ഇൻട്രസ്റ്റിംഗ് ആയ ഒന്നും തന്നെ പടത്തിൽ ഇല്ലായിരുന്നു. ഇങ്ങനെ ഒത്തിരി നെഗറ്റീവുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും കാണാൻ കൊള്ളാമെന്നുള്ള ചില നല്ല സീനുകളും സിനിമയിൽ ഉണ്ടായിരുന്നു കേട്ടോ. പറയാൻ രാഷ്ട്രീയമില്ലെങ്കിൽ മുഖത്ത് കൂട്ടിക്കൊടുക്കല്ല വേണ്ടത്. നീ എനിക്ക് വേറെ അല്ല കേട്ടോ. തുടർച്ചയായി പരാജയങ്ങളിലായിരുന്ന നിവിൻ പോളി നിതിൻ മോളിയായി വർഷങ്ങൾക്ക് ശേഷത്തിൽ തകർത്തടുക്കി തിരിച്ചു വന്നെങ്കിലും മലയാളി ഫ്രം ഇന്ത്യയിൽ വന്ന പോലെ വീണ്ടും തിരിച്ചു പോകേണ്ടി വന്നു. പ്രൊഡ്യൂസ് ചെയ്ത കഴിഞ്ഞ പടങ്ങളെല്ലാം നിരത്തി ബോംബായിരുന്നെങ്കിലും ഇതിൽ തിരിച്ചു പിടിക്കാമെന്നൊരു പ്രതീക്ഷ ലിസ്റ്റിനുണ്ടായിരുന്നു. എന്നാൽ ആ പ്രതീക്ഷയ്ക്കും അസ്ഥാനത്ത് അടി കിട്ടി. ഇതും പതിവ് പോലെ ആറ്റം ബോംബായി. ധ്യാൻ ശ്രീനിവാസന്റെ ഫ്ലോപ്പ് സിനിമാറ്റിക് യൂണിവേഴ്സിലേക്ക് മലയാളി ഫ്രം ഇന്ത്യയും എൻട്രായി. നടികർ. ഈ മലയാളി ഫ്രം ഇന്ത്യ റിലീസായി കഴിഞ്ഞ് ഒരു ദിവസത്തിന് ശേഷം, അതായത് അടുത്ത ദിവസം റിലീസായ സിനിമയാണ്
ടോവിനോയുടെ നടികർ. ടോവിനോ, സൗബിൻ ഷാഹിർ, ഭാവന എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ലാൽ ജൂനിയറാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ബാലു വർഗീസ്, ദിവ്യ പിള്ള, സുരേഷ് കൃഷ്ണ, ഇന്ദ്രൻസ് തുടങ്ങിയവരും സിനിമയിൽ അഭിനയിച്ചിരുന്നു. സിനിമയ്ക്കുള്ളിലെ സിനിമ എന്ന കോൺസെപ്റ്റിലാണ് പടം വന്നത്. ഡേവിഡ് പടിക്കൽ എന്ന സൂപ്പർ സ്റ്റാറിന്റെ റോളാണ് ടോവിനോ ചെയ്തത്. പണവും പ്രശസ്തിയുമുള്ള ഡേവിഡ് പടിക്കലിന്റെ ജീവിതവും പുള്ളിയുടെ ലൈഫിൽ നടക്കുന്ന കുറച്ച് സംഭവങ്ങളുമാണ് സിനിമയിൽ കാണിച്ചു പോകുന്നത്. ഭയങ്കര റിച്ച് മേക്കിംഗ് ആയിരുന്നു സിനിമയ്ക്ക്. ആൽബിയുടെ കിഡിലൻ ഫ്രെയിംസും നേഹയുടെ കിഡിലൻ മ്യൂസിക്കുമായിരുന്നു സിനിമയുടെ പോസിറ്റീവുകളിൽ പറയാനുണ്ടായിരുന്നത്. റിച്ച് മേക്കിംഗ് ഒക്കെ ആയിരുന്നെങ്കിലും കാണുന്ന പ്രേക്ഷകന് തൃപ്തി തോന്നുന്ന തരത്തിലൊന്നും തന്നെ സിനിമയിൽ ഉണ്ടായിരുന്നില്ല. സുരേഷ് കൃഷ്ണയുടെ കുറച്ച് കൗണ്ടറുകളും സെക്കൻഡ് ഹാഫിലെ കുറച്ച് സീനുകളും മാറ്റി നിർത്തിയാൽ ബാക്കി ഒരു രീതിയിലും സിനിമ കാണുന്ന പ്രേക്ഷകന് കണക്ട് ആക്കാൻ ലാൽ ജൂനിയറിന് സാധിച്ചില്ല. ഭാവനയ്ക്കായാലും സിനിമയിൽ കാര്യമായിട്ട് അങ്ങനെ ഒന്നും ചെയ്യാനില്ലായിരുന്നു. ഈ സിനിമയ്ക്ക് ആദ്യം ഇട്ടിരുന്ന പേര് നടികർ തിലകം എന്നായിരുന്നു. എന്നാൽ ആ പേര് തമിഴ്നാടൻ ശിവാജി ഗണേശനെ ബഹുമാനപൂർവ്വം തമിഴ്നാട്ടുകാർ വിളിക്കുന്നതാണെന്നും അതുകൊണ്ട് തന്നെ ഈ പേരിലെ തിലകം എന്ന വാക്ക് മാറ്റണമെന്നും അന്ന് കുറച്ചുപേർ ആവശ്യപ്പെട്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തമിഴ്നാടൻ പ്രഭു സിനിമയുടെ പേര് നടികർ എന്ന് മാറ്റിയതായി സിനിമയുടെ ടീമിനൊപ്പം ഒരു ഫംഗ്ഷനിൽ അനൗൺസ് ചെയ്തു. പ്രഭു എന്ന് പറയുമ്പോൾ ഈ ശിവാജി ഗണേശന്റെ മകൻ. ഏതായാലും വലിയ ബഡ്ജറ്റിൽ നിർമ്മിച്ച ഈ സിനിമയ്ക്ക് ആകെ കൂടി കിട്ടിയത് 6 കോടിക്കടുത്ത് കളക്ഷൻ മാത്രമാണ്. മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ പരാജയങ്ങളിൽ ഒന്നായിരുന്നു നടികർ. മാരിവില്ലിൻ ഗോപുരങ്ങൾ, എടാ ഡ്യൂപ്ലിക്കേറ്റ് ഇന്ത്യൻ കഴിവറടാ മോനെ. അരുൺ ബോസിന്റെ സംവിധാനത്തിൽ ഇന്ദ്രജിത് സുകുമാരൻ, ശ്രുതി രാമചന്ദ്രൻ, സർജാനോ ഖാലിദ്, വിൻസി എന്നിവർ അഭിനയിച്ച സിനിമയാണ് മാരിവില്ലിൻ ഗോപുരങ്ങൾ. സിയാദ് കോക്കറിന്റെ കോക്കേഴ്സ് ഫിലിമാണ് പ്രൊഡക്ഷൻ. മാരിവില്ലിൻ ഗോപുരങ്ങൾ, അതെ, നമ്മുടെ വിദ്യാജി കമ്പോസ് ചെയ്ത സമ്മർ ഇൻ ബത്ലഹേമിലെ പാട്ട്. ആ പാട്ടിന്റെ ആദ്യത്തെ വരെയാണ് ഈ സിനിമയുടെ ടൈറ്റിലായി ഉപയോഗിച്ചിരിക്കുന്നത്. ഈ മാരിവില്ലിൻ ഗോപുരങ്ങൾ എന്ന സിനിമയിലും വിദ്യാജി തന്നെ ആയിരുന്നു സംഗീത സംവിധായകൻ. കുട്ടികളില്ലാത്ത കപ്പിൾസാണ് ഷിൻഡോയും ഷെറിനും. ഷിൻഡോയുടെ സഹോദരൻ റോണി തന്റെ ഗർഭിണിയായ കാമുകി മീനാക്ഷിയുമായി അവരുടെ വീട്ടിൽ വന്നതിന് ശേഷം അവരുടെ ലൈഫ് മൊത്തത്തിൽ മാറി മറിയുന്നു. പിന്നെ അവിടെ ഉണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് പടത്തിൽ പറഞ്ഞു പോകുന്നത്. പടത്തിന്റെ ട്രെയിലർ കണ്ടപ്പോൾ കുറച്ചു പേർക്കെങ്കിലും ഒന്ന് കണ്ടു കളയാമെന്നൊരു ഫീൽ അടിച്ചു കാണും. പിന്നെ ഈ സംവിധായകന്റെ മുന്നത്തെ സിനിമ ലൂക്ക ഗംഭീര സിനിമയായിരുന്നു. അങ്ങനെ പോയി കണ്ടവരൊക്കെ നിരാശരായ കാഴ്ചയാണ് തിയേറ്ററുകളിൽ കണ്ടത്. ഒട്ടുമിക്ക പേർക്കും പടം അത്ര വർക്കായില്ല. സ്ക്രിപ്റ്റിലുള്ള പാളിച്ചകൾ തന്നെ ആവണം ഈ സിനിമയുടെയും പരാജയത്തിന് കാരണം. അന്ന് സിനിമ ഇറങ്ങിയ ടൈമിൽ മലയാളത്തിലെ ഒരു പ്രമുഖ റിവ്യൂവർ, അതായത് നമ്മുടെ അശ്വന്ത് കൊക്ക്, പടം ഇഷ്ടപ്പെടാത്തത് കൊണ്ട് നെഗറ്റീവ് റിവ്യൂ ഇട്ടതും പിന്നീട് അദ്ദേഹത്തിനെതിരെ ഭീഷണിയും കേസും ഒക്കെ വന്നത് നമ്മളൊക്കെ കണ്ടതാണ്. ശരിക്കും പറഞ്ഞാൽ ആ സമയത്താണ് ഇങ്ങനൊരു പടം റിലീസായിട്ടുണ്ടെന്ന് തന്നെ കുറച്ചുപേർ അറിയുന്നത്. മാതിരി പ്രൊമോഷൻ ആയിരുന്നു. എന്തായാലും ഈ സിനിമയുടെ വിധിയും തിയേറ്ററുകളിൽ ബോംബായി തീരാൻ തന്നെ ആയിരുന്നു. ഗുരുവായൂർ അമ്പല നടയിൽ ജയ 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 ഹേ എന്ന സിനിമയുടെ വമ്പൻ വിജയത്തിന് ശേഷം വിപിൻ ദാസിന്റെ സംവിധാനത്തിൽ വന്ന സിനിമയാണ് ഗുരുവായൂർ അമ്പല നടയിൽ. പൃഥ്വിരാജ് സുകുമാരൻ, ബേസിൽ ജോസഫ്, നിഖില വിമൽ, അനശ്വര രാജൻ തുടങ്ങി ഒട്ടനവധി വലിയ താരങ്ങളുള്ള ഒരു സിനിമ കൂടിയായിരുന്നു ഗുരുവായൂർ അമ്പല നടയിൽ. റിലീസിന് മുന്നേ അത്ര വലിയ ഹൈപ്പ് ഒന്നും പടത്തിന് ഇല്ലായിരുന്നു. എന്നാൽ ചില ഇന്റർവ്യൂസ് വഴി മാരക പ്രൊമോഷനാണ് പടത്തിന് കിട്ടിയത്. പൃഥ്വിരാജിന്റെയും ബേസിലിന്റെയും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള തగ్గടിയും റിലീസ് ലോഞ്ച് ഫംഗ്ഷനിൽ ബേസിൽ പൃഥ്വിയെ ട്രോളിക്കൊണ്ട് പുതിയ മുഖം പാടിയതുമൊക്കെ നമ്മൾ കണ്ടതാണ്. ഫിലിപ്പിന്റെ സിനിമയുടെ ഏറ്റവും വലിയ പ്രൊമോഷനായി അണിയറ പ്രവർത്തകർ യൂസ് ചെയ്തത് സിനിമയുടെ ഗംഭീര സെറ്റ് തന്നെയായിരുന്നു. ഗുരുവായൂർ അമ്പലത്തിന്റെ സെറ്റ്. ഗുരുവായൂർ അമ്പലത്തിൽ ഇപ്പോൾ ഷൂട്ടിംഗ് റെസ്ട്രിക്ഷൻസ് ഉള്ളത് കൊണ്ട് അവിടെ സിനിമയുടെ ചിത്രീകരണം നടത്തുക എന്നത് പ്രയാസമുള്ളൊരു കാര്യമാണ്. അപ്പോഴാണ് ഒരു അമ്പലം മൊത്തത്തിൽ സെറ്റിട്ട് ഞെട്ടിച്ചുകൊണ്ട് ഗുരുവായൂർ അമ്പല നടയിൽ ടീം വരുന്നത്. എറണാകുളത്ത് കളമശ്ശേരിയിൽ 4 ഏക്കർ സ്ഥലത്ത് ഏകദേശം 4 കോടി രൂപ മുടക്കിയാണ് ഗുരുവായൂർ അമ്പലത്തിന്റെ സെറ്റ് ഇട്ടത്. ആർട്ട് ഡയറക്ടർ സുനിലാണ് ഈ യമണ്ടൻ സെറ്റ് ഇട്ടത്. നല്ല കിടിലൻ ട്രെയിലറും പാട്ടുകളും ഒക്കെയായി റിലീസായ പടം ഗംഭീര പ്രേക്ഷക അഭിപ്രായമാണ് നേടിയത്. ആദ്യ ഷോകൾക്ക് ഇല്ലാത്ത തള്ളിക്കയറ്റം വൈകുന്നേരമായപ്പോൾ ഹൗസ്ഫുൾ ഷോകളുടെ കുത്തൊഴുക്കായി മാറി. ഏകദേശം 90 കോടിക്കടുത്താണ് പടം കളക്ട് ചെയ്തത്. തിയേറ്ററുകളിൽ നല്ല രീതിക്ക് വർക്കായ പടത്തിന് ഒരുപാട് റിപ്പീറ്റ് ഓഡിയൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പടത്തിന് ഇത്രയും കളക്ഷൻ കയറിയത്. സിനിമയുടെ ക്ലൈമാക്സ് സീനൊക്കെ പഴയകാല പ്രിയദർശൻ സിദ്ദിഖ് ലാൽ സിനിമകൾ പോലെ സ്ലാപ്സ്റ്റിക് ടൈപ്പ് ആയിരുന്നു. അതൊക്കെ നല്ല രസമായി തന്നെ എടുത്ത് വെച്ചിട്ടുമുണ്ട് വിപിൻ ദാസ്. ആ ഒരു മേക്കിംഗ് ശൈലി ഇഷ്ടപ്പെടാത്തവരും ഉണ്ടായിരുന്നു കേട്ടോ. പൃഥ്വിരാജിനെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളി നിറഞ്ഞൊരു റോള് തന്നെ ആയിരുന്നു ഗുരുവായൂർ അമ്പല നടയിലെ അളിയൻ ആനന്ദ്. പൃഥ്വിക്ക് കോമഡി പറ്റില്ല എന്ന് പറഞ്ഞവർക്കുള്ള അണ്ണാക്കിലടിയായിരുന്നു ഈ സിനിമയിലെ പൃഥ്വിരാജിന്റെ പ്രകടനം. ഗംഭീര പ്രകടനം, നല്ല പക്ക കോമഡി ടൈമിംഗ് ഒക്കെയായി തകർത്തടുക്കി പടത്തിൽ പൃഥ്വിരാജിനെ പോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രകടനമാണ് സിനിമയിലെ ജോമോൻ ജോദറിന്റെ. പുള്ളിയെ സ്ക്രീനിൽ കാണുമ്പോഴൊക്കെ ആളുകൾ കൂട്ടച്ചിരിയായിരുന്നു തിയേറ്ററിൽ. അമ്പലപ്പറമ്പിൽ അവന്റെ ജംഗ്സ് വെച്ചോടം ഒന്നുമില്ല, തുലാഭാരം തൂക്കാനാ. പിന്നെ ബേസിലിന്റെ കാര്യം പ്രത്യേകിച്ച് പറയണ്ടല്ലോ. എന്തായാലും പടം തിയേറ്ററിലെ വൻ സക്സസിന് ശേഷം ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ സ്ട്രീം ചെയ്യുന്നുണ്ട്.
സുരേഷന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ. ഈ പടത്തിന്റെ പേര് പറയാൻ തന്നെ കുറച്ച് ടൈം പോകുന്നുള്ളത് കൊണ്ട് നമുക്ക് തൽക്കാലം സു സു ഹ ഹ പ്ര എന്ന് പറയാം. സു ഹ ഹ പ്ര. ഇന്നാത്താൻ കേസുകൂട് എന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ എഴുതി സംവിധാനം ചെയ്ത സിനിമയാണ് സുരേഷന്റെയും സു ഹ ഹ പ്ര. 2022 റിലീസായ ഇന്നാത്താൻ കേസുകൂട് എന്ന സിനിമയുടെ സ്പിൻ ഓഫ് ആണ് ഈ സു ഹ ഹ പ്ര. എന്നാൽ അതിന്റെ യാതൊരുവിധ ഹൈപ്പും ഈ സിനിമയ്ക്ക് ഇല്ലായിരുന്നു. എന്ന് വെച്ചാൽ അതിന്റെ അഹംഭാവം അവനില്ലട്ടാ. രാജേഷ് മാധവൻ, ചിത്ര നായർ, സുധീഷ് എന്നിവരാണ് സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ചാക്കോച്ചനും ഒരു ക്യാമിയോ ചെയ്തിട്ടുണ്ട്. മെയ് 16 ചിത്രം തിയേറ്ററുകളിൽ റിലീസായത്. റിലീസ് ദിവസം തന്നെ സിനിമയ്ക്ക് ലഭിച്ചത് വൻ നെഗറ്റീവ് അഭിപ്രായങ്ങളായിരുന്നു. റൊമാൻറ്റിക്, കോമഡി, ഫാന്റസി എന്നിങ്ങനെ എല്ലാ ജോണറും മിക്സായ പടമായിരുന്നു സുസു. ഒരു രീതിക്കും പക്ഷേ പടം ഇൻട്രസ്റ്റിംഗ് ആയില്ല പ്രേക്ഷകർക്ക്. അതുകൊണ്ട് തന്നെയാണ് സിനിമയ്ക്ക് ആദ്യ ദിവസം ഇത്രയും നെഗറ്റീവ് വന്നതും. ഇഷ്ടപ്പെട്ട ചിലരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ സിനിമയുടെ. ഒറ്റപ്പെട്ട ചില പോസിറ്റീവ് റിവ്യൂസ് ഞാൻ കണ്ടിരുന്നു ഈ സിനിമയുടെ. ചിലപ്പോൾ OTT വരുമ്പോൾ എന്താണ് ഈ തിയേറ്ററിൽ പൊട്ടിയ ചില സിനിമകളൊക്കെ OTT വരുമ്പോൾ നല്ല സിനിമകളാണെന്ന് പറഞ്ഞ് വാഴ്ത്തി പാടാറില്ല. ചിലപ്പോൾ അങ്ങനെ ഒരു സിനിമയും ആവുമായിരിക്കാം, ഇത് പറയാൻ പറ്റില്ല. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തായാലും പടം ഭയങ്കര ചർച്ചാ വിഷയമായി. എവിടെ ചർച്ചാ വിഷയമെന്നല്ലേ, ബോക്സ് ഓഫീസിലല്ല, സംവിധായകന്റെ കാര്യത്തിൽ. ഈയിടെ ജിസ് ജോയ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു, ഒരു സംവിധായകൻ പറഞ്ഞ ബജറ്റിനും അപ്പുറം പടം ചെയ്തുവെന്നും നിർമ്മാതാവിന്റെ വിഷമം മനസ്സിലാക്കാതെ പടം വൻ തോൽവിയായപ്പോഴും താൻ ഹാപ്പിയാണെന്ന് ആ സംവിധായകൻ പറഞ്ഞു എന്നൊക്കെ. ഇങ്ങനെ ഭയങ്കര മ്ലാനമായിട്ടിരിക്കുകയാണ്. അദ്ദേഹം പറയണേ, ഈ ഡയറക്ടർ പറഞ്ഞു ഞാനും എൻ്റെ കൂട്ടുകാരൊക്കെ ഹാപ്പിയാണ്. കാര്യം ജിസ് ജോയ് ആളാരാണെന്ന് പേരൊന്നും പറഞ്ഞില്ലെങ്കിലും ഒട്ടുമിക്കവർക്കും ആളാരാണെന്ന് മനസ്സിലായി. ഭയങ്കരമായ ഒരു സൈബർ അറ്റാക്കിംഗ് ആയിരുന്നു ആ സംവിധായകൻ പിന്നീട് നേരിട്ടത്. എന്ത് തന്നെയായാലും സു ഹ ഹ പ്ര ബോക്സ് ഓഫീസിൽ വൻ പരാജയമായി മാറി. ഏകദേശം 20 കോടി രൂപയാണ് സിനിമയുടെ നിർമ്മാണത്തിനായി ചെലവായത്. ആലോചിച്ച് നോക്കണേ, പുതുമുഖങ്ങളെ വെച്ച് ചെയ്യുന്ന ഒരു സിനിമയ്ക്ക് 20 കോടി രൂപ. എന്നാൽ ഈ സിനിമ തിരിച്ച് തിയേറ്ററുകളിൽ നിന്ന് നേടിയത് എത്രയാണ്? 1 കോടി രൂപ പോലും നേടാൻ പറ്റാതെയാണ് ഈ സിനിമ തിയേറ്ററുകളിൽ നിന്ന് മാറിയത്. 1 കോടി രൂപ പോലും നേടാതെ 20 കോടി മുടക്കി ചെയ്ത ഒരു പടം. പാവം. ടർബോ. മെഗാസ്റ്റാർ മമ്മൂക്കയെ നായകനാക്കി വൈശാഖ് സംവിധാനം ചെയ്ത സിനിമയാണ് ടർബോ. ഈ വർഷം റിലീസിന് മുന്നേ ഹൈപ്പ് ഉണ്ടായിരുന്ന സിനിമകൾ എടുത്താൽ അതിൽ മമ്മൂക്കയുടെ ടർബോയും തീർച്ചയായും ഉണ്ടാവും. അനൗൺസ് ചെയ്തപ്പോൾ മുതൽ തന്നെ പടത്തിന് പയ്യെ ഹൈപ്പ് കയറി തുടങ്ങിയിരുന്നു. മമ്മൂക്ക വൈശാഖ് കോംബോ വീണ്ടും ഒന്നിക്കുന്നു. ഒപ്പം സൂപ്പർ ഹിറ്റ് സിനിമകളുടെ സ്ക്രിപ്റ്റ് റൈറ്റർ മിഥുൻ മാനുവൽ തോമസ്, അതുകൂടാതെ കന്നഡയിൽ നിന്നും അവിടത്തെ കിടിലം രാജ്വി ഷെട്ടിയും. പോരെ. മമ്മൂക്കയാണെങ്കിൽ ഇപ്പൊ തന്റെ 72ാമത്തെ വയസ്സിൽ ചെയ്യുന്ന പടങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ യുവനടന്മാർക്ക് പോലും അസൂയ തോന്നിപ്പോവും. അമ്മാതിരി പടങ്ങൾ, അമ്മാതിരി സ്ക്രിപ്റ്റ് സെലക്ഷൻ. അതിനൊപ്പം ക്വാളിറ്റി സിനിമകൾ മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്ന മമ്മൂട്ടി കമ്പനി എന്ന പ്രൊഡക്ഷൻ ഹൗസും. എന്നാൽ സംവിധായകൻ വൈശാഖിന്റെ കാര്യത്തിൽ സീൻ ഇത്തിരി ഡാർക്ക് ആയിരുന്നു. മോൺസ്റ്റർ എന്ന ആറ്റം ബോംബ് എടുത്ത ശേഷമുള്ള അനൗൺസ്മെന്റ് ആയിരുന്നു ടർബോ. അതുകൊണ്ട് തന്നെ പലർക്കും പുള്ളിയോടൊരു വിശ്വാസക്കുറവുണ്ടായിരുന്നു. എന്നാൽ പുള്ളി മുന്നേ ചെയ്തു വെച്ച പടങ്ങൾ മതി, ഒരു മിനിമം ഗ്യാരണ്ടിയുള്ള കിടിലൻ ഫിലിം മേക്കർ ആണ് വൈശാഖ് എന്ന് തെളിയിക്കാൻ. അങ്ങനെ ഷൂട്ടൊക്കെ കഴിഞ്ഞ പടം റിലീസായത് മെയ് 23 റിലീസ് ദിവസം ഹെവി പോസിറ്റീവ് റിപ്പോർട്ടാണ് പടത്തിന് വന്നത്. മമ്മൂക്കയുടെ ആക്ഷൻ സീക്വൻസുകളൊക്കെ വേറെ ലെവലായിരുന്നു. അത് തന്നെയാണ് പടത്തിന്റെ പോസിറ്റീവിൽ ഒന്നും. മമ്മൂക്കയെ കൂടാതെ രാജ്വി ഷെട്ടി, ശബരീഷ്, ബിന്ദു പണിക്കർ, അഞ്ജന ജയപ്രകാശ്, അങ്ങനെ എല്ലാവരും അവരവരുടെ റോളുകൾ കിടുവായി തന്നെ ചെയ്തു. മമ്മൂക്ക ഫാൻസിന് ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് സംവിധായകൻ വൈശാഖ് ഒരുക്കിയതെങ്കിലും ഇത്തവണ മിഥുൻ മാനുവലിന്റെ സ്ക്രിപ്റ്റിന് അത്ര നല്ലൊരു അഭിപ്രായമല്ല കേട്ടത്. ഇതിനു മുന്നേ വന്ന ഓസ്ലറും ഫിനിക്സും അങ്ങനെ തന്നെ ആയിരുന്നു. ഒരു ആവറേജ് സ്ക്രിപ്റ്റ് മാത്രമായാണ് ടർബോ ഫീൽ ചെയ്തത് പലർക്കും. പക്ഷേ അതിനെ കവച്ചു വെക്കുന്ന മേക്കിങ്ങും മമ്മൂക്കയുടെ കിടിലൻ പെർഫോമൻസും ഉള്ളത് കൊണ്ട് പടത്തിന് ആളിടിച്ചു കയറി. ഏകദേശം 80 കോടിയോളം രൂപയാണ് ഈ സിനിമ തിയേറ്ററുകളിൽ നിന്ന് കളക്ട് ചെയ്തത്. പക്ഷേ എന്നാൽ അതിന് ശേഷമുള്ള കളക്ഷൻ അപ്ഡേറ്റുകൾ ഒന്നും ഇതുവരെ ടർബോ ടീം പുറത്ത് വിട്ടിട്ടില്ല. അതെന്തെന്ന് ചോദിച്ചാ എനിക്ക് പറഞ്ഞൂടാ. പിന്നെ താൻ എന്റെ അടുത്ത് വലിയ വർത്തമാനം പറഞ്ഞത്. മലയാള സിനിമയില് EDയുടെ കടന്നുവരവ് ഉണ്ടായത് കൊണ്ടാണ് പിന്നീട് കളക്ഷൻ വിവരങ്ങളൊന്നും പുറത്ത് വിടാത്തതെന്നൊരു കരക്കമ്പിയുണ്ട്. അല്ല, എനിക്കറിയില്ല. ശരിയാ, അങ്ങനെ ഒരു കരക്കമ്പി ഞാനും കേട്ടു. എന്തായാലും പടം ബ്ലോക്ക് ബസ്റ്ററുമായി, മമ്മൂക്കയുടെ ഹയസ്റ്റ് ഗ്രോസറുമായി. തലവൻ. ജിസ് ജോയ് എന്ന പേര് കേട്ടാൽ തന്നെ പലർക്കും ആദ്യം ഓർമ്മ വരിക ഫീൽ ഗുഡ് സിനിമകളായിരിക്കും. ബൈസൈക്കിൾ തീവ്സ്, സൺഡേ ഹോളിഡേ, വിജയ് സൂപ്പറും പൗർണമിയും ഒക്കെ നമ്മൾ അത്രയ്ക്ക് എൻജോയ് ചെയ്ത് കണ്ട പടങ്ങളാണ്. അങ്ങനെ ഈ ജിസ് ജോയ് ട്രാക്ക് മാറ്റിയൊരു പടമായിരുന്നു OTTയിൽ റിലീസായ ഇന്നലെ വരെ. സത്യം പറയണം, ഇങ്ങനൊരു പടം ഇറങ്ങിയത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരുന്നോ? ഓർമ്മ ഉണ്ടാവില്ല. അതങ്ങനെയാണ്, പലർക്കും ഇങ്ങനൊരു സിനിമ ഇറങ്ങിയത് തന്നെ ഓർമ്മയിലുണ്ടാവില്ല. എന്നാൽ അങ്ങനെ ഒരു പടം പുള്ളി ഇടയ്ക്ക് ചെയ്തിരുന്നു. ആസിഫ് അലിയും നമ്മുടെ ആന്റണി പെപ്പയും ഒക്കെ ആയിരുന്നു സിനിമയിൽ മെയിൻ ലീഡ്. OTTയിൽ റിലീസായ ആ സിനിമ അന്ന് അത്ര വലിയ അഭിപ്രായമൊന്നും നേടിയില്ലെങ്കിലും എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടൊരു സിനിമ തന്നെ ആയിരുന്നു ഇന്നലെ വരെ. ആ സിനിമയ്ക്ക് ശേഷം ജിസ് ജോയ് കംപ്ലീറ്റ് ആയി ട്രാക്ക് മാറ്റിയൊരു സിനിമയായിരുന്നു മെയ് മാസം റിലീസായ
തലവൻ. പതിവ് പോലെ ആസിഫ് അലിയെ നായകനാക്കിയിട്ടുള്ള ഒരു പടം, പക്ഷേ ഇത്തവണ പക്ക എൻഗേജിംഗ് ആയിട്ടൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ. ബിജു മേനോനും ആസിഫ് അലിയുമായിരുന്നു ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയത്. ഇവരെ കൂടാതെ മിയ, സുജിത് ശങ്കർ, അനുശ്രീ, പിന്നെ ഇപ്പോഴത്തെ സിനിമകളിലെ ഡെത്ത് സ്റ്റാർ ദിലീഷ് പോത്തൻ, കോട്ടയം നസീർ, അങ്ങനെ നീളുന്നു ലിസ്റ്റ്. ഇവരെല്ലാം തന്നെ കിടിലൻ പെർഫോമൻസ് ആയിരുന്നു പടത്തിൽ. സിനിമയുടെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ദീപക് ദേവാണ്. പുള്ളിയുടെ സ്ഥിരം ടൈപ്പ് ബിജിഎം ഒക്കെ മാറ്റി മൊത്തത്തിൽ ഡിഫറൻ്റ് ആയ രീതിയിലാണ് പുള്ളി ഇതിൽ ബിജിഎം ചെയ്തിരിക്കുന്നത്. പടത്തിന്റെ ബാക്ക് ബോൺ എന്ന് തന്നെ പറയാം ദീപക് ദേവിന്റെ ബിജിഎം. പടം ഒരു പക്ക ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. ഈ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്ന് പറയുമ്പോൾ ബൈബിൾ വചനങ്ങളൊക്കെ നോക്കി കൊലയാളി ആരാണെന്ന് കണ്ടുപിടിക്കുക, അവസാന നിമിഷം കൂടെ നിൽക്കുന്ന ആൾ തന്നെ വില്ലനായി മാറുക, അങ്ങനത്തെ ഒരു ഇൻവെസ്റ്റിഗേഷൻ പടം അല്ലായിരുന്നു തലവൻ. അത് തന്നെയാണ് ഈ സിനിമയുടെ വിജയവും. നാട്ടിൻ പുറത്ത് നടക്കുന്ന ഒരു കൊലപാതകം, അതിനെ തനി മലയാളി രീതിയിൽ അന്വേഷിച്ച് പ്രതിയെ പൂട്ടുന്ന പരിപാടി. പടത്തിലേക്ക് വന്നാൽ ബിജു മേനോനും ആസിഫ് അലിയും ഒപ്പത്തിനൊപ്പമുള്ള കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. ബിജു മേനോൻ ആൾറെഡി ഈ അടുത്ത് വന്ന പടങ്ങളിലൊക്കെ സ്കോർ ചെയ്ത് പോകുന്നത് പോലെ ഇതിലും സ്കോർ ചെയ്ത് പോയിട്ടുണ്ട്. എന്നാൽ ആസിഫ് അലിയുടെ കാര്യം അങ്ങനെയല്ല. തുടരെ ബോംബ് കറണ്ട് പോയി. അപ്പോഴേക്കും കറണ്ട് പോയി. കറണ്ടിന് പോലും നമ്മൾ വീഡിയോ ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്നില്ല എന്ന് തോന്നുന്നു. അതോ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു, കറണ്ട് വന്നില്ല. അപ്പം ഇങ്ങനെ തന്നെ ബാക്കി പോവാം. ഏതായാലും ആസിഫ് അലി അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്നപ്പോഴാണ് ജിസ് ജോയ് രക്ഷകനായി എത്തുന്നത്. ജിസ് ജോയിലുള്ള വിശ്വാസം തന്നെ ആവണം ആസിഫ് ഈ പടം ചെയ്യാൻ ഓക്കെ പറഞ്ഞത്. എന്തായാലും ആ ഓക്കെ വെറുതെ ആയില്ല. റിലീസ് ദിവസം തന്നെ അന്യായ പോസിറ്റീവാണ് പടത്തിന് കിട്ടിയത്. ആദ്യ ഷോ കണ്ട് പുറത്തു വന്ന ആസിഫിക്ക സന്തോഷം കൊണ്ട് കരഞ്ഞതും നമ്മൾ കണ്ടു. അന്യായ കാലിബറുള്ള നടനാണ് ആസിഫ് അലി. പുള്ളിയുടെ സ്ക്രിപ്റ്റ് സെലക്ഷൻ കിട്ടുവായാൽ വേറെ ലെവലിലേക്ക് പുള്ളിക്ക് എത്താൻ സാധിക്കുമെന്നതിന് തെളിവാണ് തലവന്റെ സക്സസ്. വർഷങ്ങൾക്ക് ശേഷത്തിൽ നിതിൻ മോളിയായി നിവിൻ പോളി തിരിച്ചു വന്നതുപോലെ തലവനിലൂടെ ആസിഫിക്കയും തിരികെ വന്നു. 25 കോടിയോളം രൂപയാണ് സിനിമ തിയേറ്ററുകളിൽ നിന്ന് കളക്ട് ചെയ്തത്. ആസിഫ് അലിയുടെ കരിയറിലെ തന്നെ ബിഗ്ഗസ്റ്റ് ഗ്രോസർ കൂടിയായി മാറി തലവൻ. ഈ പറഞ്ഞ സിനിമകളൊന്നും കൂടാതെ പെരുമാനി, CID രാമചന്ദ്രൻ, റിട്ടയർഡ് SI, മന്ദാകിനി എന്നീ സിനിമകളും നല്ല അഭിപ്രായം നേടിയ സിനിമകളായിരുന്നു. എന്നാൽ പ്രേക്ഷകർ വേണ്ടത്ര അതിനെ പരിഗണിക്കാതെ പോയത് കൊണ്ട് വലിയൊരു വിജയമാവാതെ പോയി. ഇനി ഇതൊന്നും കൂടാതെ ആരും അറിയാതെ വന്നുപോയ ചില പടങ്ങളും ഉണ്ട്. കാഡ്ബറീസ്, പൊക, ആരോ, സ്വീറ്റ് ചക്കരയുമ്മ, കട്ടീസ് ഗ്യാങ്, ഗൂ, ഗാർഡിയൻ ഏഞ്ചൽ, ഇന്റർവ്യൂ സ്റ്റാർ ധ്യാനിന്റെ കുടുംബശ്രീയും കുഞ്ഞാടും, ഇഷ്ടരാഗം, നാദർഷയുടെ വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി, സ്വകാര്യം, സംഭവബഹുലം എന്നിങ്ങനെ കുറച്ച് പടങ്ങളാണ് വലിയ ചലനമൊന്നും ഉണ്ടാക്കാതെ പോയത്. എന്തിനാ ആളുകൾ പടക്കം പൊട്ടിച്ചേ? ഇതിലെ ഈ ഗൂ എന്ന് പറയുന്ന സിനിമ ഇപ്പൊ വീണ്ടും റിലീസ് ചെയ്തിരുന്നു. പിന്നെ ഇതിൽ തന്നെ നാദർഷികയുടെ പടമൊക്കെ ഒരു രീതിക്കും പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന ടൈപ്പ് ഒരു പടം അല്ലായിരുന്നു. ഇതിൽ വേറൊരു കോമഡി, ധ്യാനിന്റെ കുടുംബശ്രീയും കുഞ്ഞാടും ഒക്കെ ഇൻഡസ്ട്രി ഹിറ്റ് എന്ന് പറഞ്ഞ പടത്തിന്റെ ടീം പോസ്റ്റർ അടിച്ചിറക്കിയിരുന്നു. ഇതൊക്കെ ഏത് യൂണിവേഴ്സ് ആണോ എന്ന്. അപ്പൊ ഇതൊക്കെയാണ് മെയ് മാസത്തിൽ പുറത്തിറങ്ങി പ്രേക്ഷക പ്രീതി നേടി വിജയിച്ചതും അപ്രീതി നേടി പരാജയപ്പെട്ടതുമായ സിനിമകൾ. നിങ്ങൾക്ക് ഇതിൽ കണ്ടതിൽ ഇഷ്ടപ്പെട്ട സിനിമ ഏതാണെന്ന് വെച്ചാൽ താഴെ കമന്റിൽ പറയുക. ഇഷ്ടപ്പെടാത്ത സിനിമ ഏതാണെന്നും പറയുക. അപ്പോൾ ഇനി വീണ്ടും ജൂൺ മാസത്തെ മൂവി അനാലിസിസ് വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.